ഹലോ മോം ആൻഡ് കിഡ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൽ ഇന്ന് മെയിനായിട്ട് ഒരു ദിവസത്തിൽ നടക്കുന്ന എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ നുണ പറയില്ല കേട്ടോ. രാവിലെ തന്നെയാണ് ഇവിടെ നേരം വെളുത്ത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ലൈറ്റ് ആവുന്നുണ്ട് ഈ ടൈമിൽ. പിന്നെ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അടുത്ത പരിപാടി പ്രെയറാണ് കേട്ടോ. പ്രെയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുള്ളൂ. രാവിലേക്ക് അന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ ബ്ലെസ്സിങ്സും വാങ്ങിയതിന് ശേഷം മാത്രമേ അന്നത്തെ പരിപാടികൾക്ക് കിടക്കാറുള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് നേരം ബൈബിളും വായിച്ച് എന്നിട്ടാണ് ഞാൻ എൻ്റെ പരിപാടിക്ക് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് മോൻ എൻ്റെ ഒപ്പം എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ കോഫി കുടിച്ചിരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പോൾ ഡെയിലി മോർണിംഗ് എഴുന്നേറ്റ് കോഫി കുടിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, അപ്പോൾ ഒരു കോഫി കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയാണ്. പിന്നെ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മാവെല്ലാം തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വീക്കിലി ഇഡലി ദോശ അത് മസ്റ്റായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വളർന്നു വന്ന ആ സെറ്റപ്പിലുള്ള ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. ഇഡലി ദോശ മസാല ദോശ അങ്ങനെ പോവും ഇഡലി വിഭവങ്ങൾ, ഇഡലിയുടെ മാവ് അത് തീരുന്നവർ. പിന്നെ ഇടിയപ്പം ഒക്കെ എല്ലാം മാറി മാറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ കോഫി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇന്ന് ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഒന്ന് ഓയിലൊക്കെ പുരട്ടി സെറ്റപ്പാക്കി വെച്ചതാട്ടാ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കാപ്പിക്കൂട്ടൻ റെഡിയായി. പിന്നെ ഇന്ന് സാമ്പാറൊക്കെ വെക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതിന് 2 ദിവസത്തേക്ക് ഇപ്പോൾ ഇന്ന് ഇഡ്ഡലിക്കും പിന്നെ നാളെ ദോശ ഉണ്ടാക്കി അതിനും ഒക്കെ ആവും. ഷുഗർ ഇടാതെ ചായയും കാപ്പിയൊക്കെ ഷുഗർ ഇടാതെ കുടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യും. എന്താ പറയുന്ന ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് തോന്നുന്ന ദിവസം അന്ന് ഷുഗർ ഇടില്ല. പക്ഷേ കുറച്ചാവാം, ഞാൻ ചെറിയൊരു ടീസ്പൂൺ ഇടാറുള്ളൂ. അത് വെച്ച് പിന്നെ ഒത്തിരി ചായ കുടിക്കുന്ന ശീലമില്ല. അപ്പോൾ അത്രയല്ലേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവർ എക്സ്ക്യൂസ് അങ്ങ് എടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം നട്ട്സ് എപ്പോഴെങ്കിലും കഴിക്കുക അങ്ങനെയുള്ളൂ കേട്ടോ. രാവിലെ ചിലപ്പോൾ ഇങ്ങനെ കോഫി കുടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നട്ട്സ് കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ കഴിക്കാം കോഫിയുടെ ഒപ്പം, പക്ഷേ അത് നല്ലതല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യാറില്ല. നട്ട്സ് തന്നെ കൂടുതൽ ചെയ്യാറുണ്ട്. നട്ട്സ് ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പം അത് കാണുമ്പോൾ എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ അത് ടിപ്പാട്ടാ, ഭയങ്കര വലിയ ടിപ്പാണ്. എന്താ വെച്ചാൽ അത് മുന്നേ കണ്ടാൽ മാത്രമേ കഴിക്കുള്ളൂ. ഇല്ലാതെ നമ്മൾ വാങ്ങിച്ച് എത്ര തരം എടുത്ത് കബോർഡിൽ വെച്ചെന്ന് പറഞ്ഞാലും നമ്മളത് കഴിക്കില്ല. കാണുമ്പോൾ നമുക്കൊന്ന് എടുത്തേക്കാം, അപ്പോൾ ഒരു ഹെൽത്തിനെ കുറിച്ചൊരു വരും, അപ്പോൾ ഒരെണ്ണെടുത്ത് കഴിക്കും. അങ്ങനെയുണ്ട്. അത് ക്യാഷിനായിട്ടാണ്, അത് ഇഷ്ടമാണ് കഴിക്കാൻ. അത് കുറേ കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത്ര കഴിക്കുന്നത് നല്ലതല്ല. മാക്സിമം 10 എന്ന് പറയാം, അത്രയ്ക്കല്ലേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എനർജിയൊക്കെ ബൂസ്റ്റ് ആയതിനു ശേഷം ഞാൻ കിച്ചണിലേക്ക് എന്താ പറയുക അന്നത്തെ ഒരുക്കപ്പാടിന് വേണ്ടി പോയി. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വറുത്തരച്ച് വലിയ ഭയങ്കര സെറ്റപ്പൊന്നും ചെയ്യില്ല. മുട്ടായും എനർജി ഒക്കെ നമ്മൾ നോക്കണമല്ലോ. രാവിലെ മാത്രമല്ല വൈകുന്നേരം വരെ നമ്മൾ ഓടേണ്ടതല്ലേ. അപ്പോൾ ഞാൻ മറ്റേ കട്ടിപ്പരിപ്പ് കുറച്ചും കൂടുതൽ നമ്മുടെ സാമ്പാർ പരിപ്പ്, തോരപ്പരിപ്പ്, എന്താ പറയുക, അത് നമ്മുടെ കുഞ്ഞി പരിപ്പ്, സാമ്പാറിന് വയ്ക്കുന്ന പരിപ്പില്ലേ, അതും കൂടി ഇട്ട് കുറേ വെജിറ്റബിളും എല്ലാം ഇട്ടിട്ടാണ്. കയ്യിലുള്ള വെജിറ്റബിൾ ഏതാണെങ്കിൽ അതിന് സ്പെഷ്യലൊന്നുമില്ല. എല്ലാം ഇട്ട് നല്ല പച്ചക്കായ എന്നല്ല, എന്താ പറയുക, കായം കഷ്ണമല്ലേ, മറ്റേ പൊടിയല്ല കായം, പച്ചക്കായ ഇട്ടിട്ടാണ് 2 വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്കൊക്കെ ലാസ്റ്റ് ഇട്ടാ ചിലപ്പം അങ്ങനെ തന്നെ ഇടും, അല്ലെങ്കിൽ വഴറ്റിക്കിടും. പിന്നെ ഇതിൻ്റെ ഒപ്പം മുട്ട എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബുൾസൈയാണ് ഇന്നുണ്ടാക്കിയത്. ബുൾസൈ അപ്പോൾ സാമ്പാർ പ്രോട്ടീനാണ്, എന്നാലും അതിൻ്റെ ഒപ്പം എഗ്ഗും കൂടി ആകുമ്പോഴാണ്. എഗ്ഗും എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം
എല്ലാ ദിവസവും തന്നെ പറയാം അത് ഉണ്ടാവും. ഒന്നെങ്കിൽ ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓംപ്ലേറ്റ് അല്ലെങ്കിൽ ബുൾസൈ ഇങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നല്ല സെറ്റപ്പാക്കി കഴിച്ചു. പിന്നെ അടുത്ത സെക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പണിയുണ്ടല്ലോ. അപ്പോൾ പണി കഴിയുമ്പോൾ നമുക്ക് പണിയുണ്ട്. അതൊന്നും ക്ഷാമല്ല കേട്ടോ. അപ്പം ഉച്ചത്തേക്ക് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇതാട്ടോ, മെഴുക്ക് പുരട്ടിയുടെ സംഭവബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത് കേട്ടോ. ഒനിയെ പിന്നെ ആ ചോപ്പറുള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആ ചോപ്പറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലക്ട്രിക് ചോപ്പറ പെട്ടെന്ന് നമ്മുടെ പണി തീരും. അല്ലാതെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ അങ്ങനത്തെ കട്ടിങ്ങൊന്നും അതിൽ സുഖമില്ല. ഈവൻ കാബേജ് ആണെങ്കിലും മിക്കാത്ത പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യും ചിലപ്പം. പക്ഷേ നമുക്കതൊക്കെ അരിയുന്നതിനെ ഇഷ്ടം. പക്ഷേ ഇതിനൊക്കെ ഓക്കെയാണ്. പെട്ടെന്ന് യൂനിയൻ കട്ട് ചെയ്ത് നമ്മൾ കരയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ച് കുറവ് കിട്ടും. പെട്ടെന്ന് ഈ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതാണ് ചെയ്തിട്ട് ഓനിയനൊക്കെ വഴന്ന് വരുന്ന സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി എല്ലാവരും ഇടും. എങ്ങനെയെങ്കിലും നമുക്ക് മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ, വയറ്റിലെത്തിക്കോട്ടെ വെച്ചാൽ അത് എനിക്ക് കറി കുറച്ചെങ്കിലും ഒന്നും ഇടും. എന്നാൽ എനിക്കൊരു സന്തോഷം വരാറുള്ളൂ. പിന്നെ എന്താ ചില്ലി ഫ്ലേക്സ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു കാണാനും ഭംഗിയാണ്, ടേസ്റ്റും ഉണ്ടല്ലോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇടാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മുളക് പൊടിയും കൂടി ഇടും. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്താട്ടെ. പിന്നെ സ്പൈസിൻ്റെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് ഈസിയാണല്ലോ. അത്യാവശ്യം യൂസ് ചെയ്യാൻ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ബഹളമൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേർ കളിക്കാൻ പോകുന്നതിൻ്റെ ബഹളം ഒക്കെ ആയിട്ട് സൈഡിൽ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് പൊട്ടാറ്റോ ആണ് കേട്ടോ. ഇഷ്ടപ്രകാരം വാങ്ങിച്ചിരിപ്പുണ്ട്. എനിക്ക് കുറച്ച് റേറ്റ് കുറവിന് അത് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങി. കണ്ടപ്പോൾ അത് വാങ്ങി. പക്ഷേ അത് എനിക്ക് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. യൂസ് ചെയ്യും, സാമ്പാറിലിടും, പിന്നെ എന്താ പറയുക മുട്ടക്കറിയിലിടും. അങ്ങനെ ഇത് യൂസ് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് എമൗണ്ടിൽ കണ്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാനത് വേഗം കുറേ നേരം ഇരിക്കാണ്ട് എനിക്ക് വിഷമമായിട്ട് അതൊക്കെ എടുത്തും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടും വലിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കുറച്ച് കഷ്ണത്തിൽ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് കുറച്ച് പാലൊക്കെ ഇരിക്കുന്നു. അപ്പം ഈ പൊട്ടറ്റോ തന്നെ ചെയ്യുമ്പോഴത്തെ ഒരു ഇതില്ല, പാലക്കും കൂടി ഇടുമ്പോൾ വേറെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല എനിക്കിഷ്ടമായി. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ആക്കിയപ്പോൾ പിള്ളേർക്കും ഇഷ്ടമായി. അന്ന് കഴിച്ചപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഒപ്പം അവരൊന്ന് പറ്റിക്കാനല്ല, അവർക്ക് ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇതൊക്കെ കൂടെ കഴിക്കുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം അവരൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് സോസേജ് വറുത്താട്ടോ. സോസേജ് അങ്ങനെ എപ്പോഴും കൊടുക്കില്ല ഞാൻ, അത്ര നല്ല സാധനമൊന്നുമല്ലല്ലോ. നമുക്ക് പണി ലാഭമാണ്, പക്ഷേ അത് കുട്ടികൾക്ക് നല്ലതല്ലാത്തതുകൊണ്ട് ഞാനത് അത്ര പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ സന്തോഷം ഇടയ്ക്ക് കൊടുക്കും. അപ്പം ഇതുപോലെ തന്നെയാണ് മെയിൻലി ഞാൻ ചെയ്യാറ് കേട്ടോ. ഇവർക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ എന്നുവെച്ചാൽ സോസേജ് നല്ലപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് അത് ചെറുതായിട്ട് ഇങ്ങനെ വഴഞ്ഞ് വരുന്ന സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ഇതാണ് ബേസിക്കായിട്ട് ഞാൻ ഇടുന്നത്. പിന്നെ നല്ലപോലെ കറിവേപ്പില ഇടും. പിന്നെ ഇന്നിപ്പോൾ ഞാനിതിൽ എന്താ പറയുന്നത്, ഒരു ചിക്കൻ മസാല കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഭയങ്കര സ്പൈസി ആയിട്ടൊരു ചിക്കൻ മസാല ഇരിപ്പുണ്ടായിരുന്നു. അത് ചിലവില്ലാതിരിക്കാതെ, അപ്പോൾ അത് ഇതിൽ കുറച്ചിട്ടു. അങ്ങനെ അത് സെറ്റായി കേട്ടോ. ഇത് അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇപ്പം എന്തായിരുന്നു, ഇത് നമ്മൾ ഈവനിങ്ങൊക്കെ ആയപ്പം അവർക്ക് എന്താ പറയുക, ഈവനിങ്ങൊക്കെ ആയപ്പോൾ അവർക്ക് കാടമുട്ട കൊടുത്തു. കാടമുട്ട അവർക്ക് ഇഷ്ടമാണ്. എൻ്റെ സൈസൊക്കെ ചെറുതായതുകൊണ്ടായിരിക്കാം, ക്യൂട്ടാണല്ലോ. തൊലികൾ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല, കുറച്ചും കൂടി പാടാണ് നമ്മൾ മറ്റേ മുട്ടയേക്കാളും. പക്ഷേ ഓക്കെ, അവർക്ക് സന്തോഷം, അതും കൊടുത്തു. നല്ലതാണല്ലോ. അപ്പോൾ ഈവനിങ് ടൈമിൽ കണ്ട സാധനം കഴിക്കാനൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് അത് കൊടുത്തു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് കൂളിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എണ്ണ തേക്കുന്ന സംഭവമാണ് അവിടെ കണ്ടത് കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇടയ്ക്ക് നല്ല മിക്കപ്പോഴും ഞാൻ ഓയിലിടുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ഡബിൾ ബോയിലിങ് ചെയ്യും. അത് കഴിഞ്ഞു. പിന്നെ നൈറ്റിലേക്ക് ഉള്ള പരിപാടിയിൽ ചപ്പാത്തിയായിരുന്നു. അപ്പം ചപ്പാത്തിയുടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. എല്ലാം സ്പേസ് കുറവൊക്കെ ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റേതായ കബോർഡുകളിലേക്ക് കയറ്റി വയ്ക്കും.
ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ. പിന്നെ ചപ്പാത്തിയിലൊക്കെ മുട്ടക്കറിയായിരുന്നു, അതിൻ്റെ ഒപ്പമാണ് ഞാൻ കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അതൊരു ഹെൽത്തി ഇതിൽ തന്നെ പോയല്ലോ. ചപ്പാത്തി ഉണ്ടാക്കിയത് പിള്ളേർക്ക് ഇഷ്ടമാണ്, ചപ്പാത്തി മേക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു വേറെ ദിവസം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ നൈറ്റിൻ്റെ പ്രയറും എല്ലാം കഴിഞ്ഞു. അവസാനത്തെ നമ്മുടെ എന്താ പറയുന്നത്, അവസാനത്തെ പണിയാണ് നമ്മളുടെ വാഷ് ബേസിൻ വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രം അതിൽ കഴുകാൻ ഇഷ്ടമില്ല. അപ്പോൾ അതെല്ലാം കഴുകി അതൊക്കെ ക്ലീനാക്കി വെച്ച്, അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അത് കണ്ട് കിടക്കുമ്പോഴും സന്തോഷം, എഴുന്നേറ്റ് വരുമ്പോഴും നമുക്കത് സന്തോഷമാണ്. പിറ്റേ ദിവസം തുടങ്ങാനായിട്ട് ഇങ്ങനൊരു സിങ്ക് വരുമ്പോൾ നമ്മൾ സിങ്ക് തന്നെയാണ് കാണുന്നത്. നമുക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കണ്ണ് പോവുക സിങ്കിൻ്റെ അവിടേക്കാണ്, സിങ്കും സ്റ്റവും. അപ്പോൾ അത് രണ്ടും നല്ലപോലെ വൃത്തിയായി കിടക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് എത്ര വൈകിയെങ്കിലും നമ്മൾ രാത്രി തന്നെ അത് ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ഞാൻ കഴുകി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ നിങ്ങളോടുള്ള ഒരു ടാറ്റ പറഞ്ഞു പോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.